ഇപ്പോൾ കുഞ്ഞിന്റെ അച്ഛൻ പറയുന്നത്, പ്രതിഭാഗം പറയുന്നത് കേട്ട് മാത്രം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. പ്രോസിക്യൂട്ടർക്ക് പറയാനുള്ള അവസരം സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടപ്പോൾ പിന്നീട് അതുണ്ടായില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഈ പോലീസിന്റെ റിപ്പോർട്ട്, പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ഫോണിലൊരു ഒരു ഒരു ഹിഡൻ ഫോൾഡർ ഉണ്ട്. അതിൽ ഈ കുഞ്ഞുങ്ങളുടെ പല ചിത്രങ്ങളുണ്ട്. വളരെ അടുത്ത ബന്ധമുണ്ട് കുഞ്ഞും ഈ പ്രതിയുമായിട്ടെന്ന് പറയുന്നു. പക്ഷെ ഒരു ഹിഡൻ ഫോൾഡറിൽ കുഞ്ഞിന്റെ ചിത്രങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതിന്റെ കാര്യങ്ങളില്ല എന്നാണ് നമ്മൾ സാമാന്യ ബുദ്ധിയെ മനസ്സിലാക്കുന്നത്. ഈ നഖത്തിൽ വസ്ത്രത്തിന്റെ ചില ഭാഗങ്ങൾ അടക്കമുണ്ടായിരുന്നു. കട്ടിലിൽ നിന്ന് ഇതിന്റെ സാമ്പിളുകൾ കിട്ടിയിരുന്നു, മുടിയുടെ സാമ്പിൾ, ഇതുപോലത്തെ കാര്യങ്ങൾ. ഇത് മാറ്റിവെക്കാൻ കഴിയാത്ത, എന്തു താല്പര്യം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും സമ്മർദ്ദം പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും സംസാരിക്കുന്ന തെളിവുകൾ വന്നാൽ ഏത് കോടതിക്കാണ് മറിച്ചൊരു നിലപാടെടുക്കാൻ കഴിയുക? അല്ല, ഞാൻ കോടതിയെക്കുറിച്ച് നമുക്കിപ്പോൾ അഭിപ്രായം പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം ഇതുവരെ ശരി. ഇപ്പോൾ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ അടുത്ത അപ്പീൽ കോടതി ഇതൊക്കെ തെറ്റാണെങ്കിൽ വിധിക്കട്ടെ, അങ്ങനെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു കാര്യം പറയാം. ഇപ്പോൾ ഈ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിരുന്നു. വാളയാർ കേസിലും എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ട്. എല്ലാ നടപടിക്രമങ്ങളും നോക്കൂ, ഒരു നടപടിക്രമവും പാലിക്കാതിരുന്നിട്ടില്ല. പക്ഷെ പ്രതികളൊക്കെ വെറുതെ വിട്ടു. അവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അത് ചെയ്ത ഒരു ചാനലിൽ വന്നിരുന്ന് കുട്ടികൾക്ക് മോശം പറഞ്ഞ ഉദ്യോഗസ്ഥന് പ്രമോഷൻ കൊടുത്തു. അത് അന്വേഷിച്ച് ചാക്കോയ്ക്ക് പ്രമോഷൻ കൊടുത്തു. ശ്രീജിത്തിന്റെ കേസിൽ, വിനായകന്റെ കേസിൽ പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാർ വരെ തിരിച്ച് സർവീസിൽ കയറി. കൊല്ലപ്പെട്ട ആളുകൾക്കും നഷ്ടപ്പെട്ട ആളുകൾക്കും നഷ്ടപ്പെട്ടു. അപ്പോൾ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പുണ്ട്, അവർ ഒരിക്കലും ഇപ്പോൾ സോജനെ പോലെ ഒരാൾക്ക് IPS വരെ കിട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും തൽക്കാലം ഇപ്പം നമ്മൾ പല ഇടപെടലും മൂലം നടന്നിട്ടില്ല. ഞാൻ പറയാൻ കഴിഞ്ഞത്, വാളയാർ കേസിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പ് കൊടുത്തതാണ്, രണ്ടാമത്തെ കുട്ടി കൊല്ലപ്പെടുമ്പോൾ ഒരു MLA ചോദ്യത്തിന് ഒരു തെറ്റുമില്ലാതെ വരും. എന്നിട്ട് നിയമിച്ച ആളാണ് സോജൻ എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അധ്യക്ഷൻ. അയാളുടെ കണ്ടക്റ്റിനെ പറ്റി നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇപ്പം മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോലും ആ കേസ് അങ്ങനെയായെങ്കിൽ ഈ കേസിൽ എത്ര ശുഷ്കാന്തി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ വിഷയം, നേരത്തെ ചോദിച്ച കാര്യം, ഇപ്പോൾ ഫോണിൻ്റെ കാര്യത്തിൽ അവർ പറഞ്ഞ, ഞാൻ വിധിന്യായം ഞാനും അത് വായിച്ചിട്ടുണ്ട്. ഫോണിൻ്റെ കാര്യത്തിൽ അവർ പറഞ്ഞ് ഫോൺ സീൽഡ് ആയിരുന്നില്ല, സീൽഡ് അല്ലാത്തൊരു ഫോൺ, അതിൽ ബാറ്ററി ഉണ്ടായിരുന്നു, അത് ഓണായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്തിരുന്നു, പോലീസ് ഓപ്പൺ ചെയ്തിരുന്നു അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഏത് ഫോൾഡർ ഉണ്ടാക്കാൻ ആർക്കാ പറ്റാത്തത്? മാത്രമല്ല 2017 മുതൽ 21 വരെ എടുത്ത ചിത്രങ്ങളാണ് അതിലുള്ളത് എന്നാണ് പറയുന്നത്. ആ ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതിക്ക് വേണ്ടി വാദിക്കുകയല്ല, ഞാൻ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ആ ചിത്രങ്ങളാണ് അതിലുള്ളതെങ്കിൽ ഈ കുട്ടിയെ സ്കൂളിൽ ബൈക്കിൽ കൊണ്ടുപോയിരുന്നത് ഈ പ്രതിയാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അത്ര അടുപ്പമുള്ള ഒരു ഗ്രാമം ഒന്നിച്ച് ജീവിക്കുന്ന, ലായത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടിയുടെ പടമുണ്ട്, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല, അതൊരു കാര്യമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഈ കുട്ടിയുടെ മറ്റു രീതിയിലുള്ള മോശപ്പെട്ട ചിത്രങ്ങളൊന്നുമില്ല അതിൽ, ഇത് പറയുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞല്ലോ ഇൻക്വസ്റ്റ് നടത്തിയെന്ന്. 3-ാം തീയതിയാണ് ബെഡ്ഷീറ്റ് കളക്ട് ചെയ്യുന്നത്. 3-ാം തീയതി ബെഡ്ഷീറ്റ് കളക്ട് ചെയ്ത് ആ ബെഡ്ഷീറ്റിലെ രോമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സീൽ ചെയ്യാതെയാണ് കളക്ട് ചെയ്തത്. അതിലെ രോമങ്ങൾ ഉണ്ട് എന്ന് ബെഡ്ഷീറ്റ് കോടതിയിൽ ഹാജരാക്കുന്ന 7-ാം തീയതിയാണ്. 4-ാം തീയതി പ്രതി കസ്റ്റഡിയിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് രണ്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് മാത്രമായി കിട്ടാവുന്നതാണ്. അപ്പൊ ഇത് രണ്ടും മാത്രമല്ല, പ്രതിഭാഗം വക്കീൽ രോമം പറിച്ചെടുത്ത് പീഡിപ്പിച്ചു എന്നതടക്കം പറയുന്നുണ്ട്. യെസ്. അപ്പൊ അവിടെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, DNA ടെസ്റ്റ് എന്തുകൊണ്ട് നടത്തിയില്ല, ഫിംഗർ പ്രിന്റ് എന്തുകൊണ്ട് നടത്തിയില്ല? ഫിംഗർ പ്രിന്റ് വിദഗ്ധം പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വിധിന്യായത്തിൽ അറിയാവൂ, അതാണോ സത്യത്തിൽ ഫിംഗർ പ്രിന്റ് എടുത്തിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പൊ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തലേദിവസം സീൽ ചെയ്തെങ്കിൽ അവിടുത്തെ ഫിംഗർ പ്രിന്റ് എടുക്കണ്ടേ? വാതിലിലെയും മറ്റിതിലെയും ഒക്കെ ഫിംഗർ പ്രിന്റ് എടുക്കണ്ടേ? ഇപ്പൊ നഖത്തിന്റെ കാര്യം പറഞ്ഞു, പ്രതിയുടെ നഖത്തിന്റെ കാര്യമൊന്നും വിധിന്യായത്തിലില്ല. കുട്ടിയുടെ നഖത്തിന്റെ കാര്യമാണ് വിധിന്യായത്തിലുള്ളത്, പ്രതിയുടെ നഖത്തിന്റെ കാര്യമില്ല. സിമിലർ എന്നാണ് പറഞ്ഞത്, മുടി. അപ്പൊ അത് ചോദിച്ചു, സിമിലർ എന്ന് പറഞ്ഞ് ഇതുപോലെ ഹൈക്കോടതിയിൽ 2-3 കേസുണ്ട്. സിമിലർ എന്ന് പറഞ്ഞാൽ പോലെ ഐഡന്റിക്കൽ എന്നാവണം DNA ടെസ്റ്റ് വെച്ച്. DNA ടെസ്റ്റിന് മാത്രം മുടി ഉണ്ടായില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ? DNA അല്ലേ കൺഫേമിംഗ് ടെസ്റ്റ് ഇത് ഇയാളുടെ ആണെന്ന്, ഇതുപോലെ ഒരാളുടെ ആണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറ്റുക? അപ്പോൾ അത് ക്ലിയറായി പറയുന്നുണ്ട്, സിമിലർ ആൻഡ് ഐഡന്റിക്കൽ അല്ല എന്നുള്ളത്. അപ്പോൾ ചോദ്യം വളരെ ക്ലിയറാണ്. ഈ വിധിന്യായത്തിൽ പറയുന്നതാണ് പോലീസിന്റെ കണ്ടെത്തലെങ്കിൽ ഒരു കാരണവശാലും അപ്പീൽ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റില്ല.
ഇനി ജഡ്ജ് നേരത്തെ പറഞ്ഞതുപോലെ എനിക്കറിയില്ല ജഡ്ജിയുടെ മേൽ സ്വാധീനമുണ്ടോ, പ്രതിക്ക് സ്വാധീനമുണ്ടോ, വിചാരണ വേണ്ട രീതിയിൽ നടന്നിട്ടില്ലേ, വാദങ്ങൾ വേണ്ട രീതിയിൽ സമർപ്പിച്ചിട്ടില്ലേ, ഇതൊക്കെ പോരല്ലോ. ഇപ്പോൾ അരുൺകുമാറിന് പറയാം വാദമല്ലല്ലോ പ്രശ്നം, വാദം കഴിഞ്ഞൊരു അതിൻ്റെ സമ്മറി കൊടുക്കില്ലേ, ആ സമ്മറിയിലാണല്ലോ പ്രധാനം. രണ്ടുപേരും അവനവൻ്റെ ആർഗ്യുമെന്റ് വെക്കുക, ആർഗ്യുമെന്റ് സമ്മറി കൊടുക്കില്ലേ. ഈ ആർഗ്യുമെന്റ് സമ്മറി എവിടെ ഉണ്ടല്ലോ, ഈ ആർഗ്യുമെന്റ് സമ്മറി അപ്പർ കോർട്ടിൽ പോട്ടെ. ആ പ്രശ്നം അതല്ല. ഇതങ്ങനെയല്ല എങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തി എന്ന വിധിന്യായത്തിൽ ശരിയാണ് എങ്കിൽ എന്ത് നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. ഞാൻ വരാം. ഞാൻ കാണുന്നതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും